അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഒന്ന് കണ്ടാലോ? തലേന്ന് പ്ലാനൊക്കെ ചെയ്ത് വെച്ച് കിടന്നതാണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചക്കത്തേനുള്ളത് ഉണ്ടാക്കണം എന്നൊക്കെ വലിയ പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഈ ടൈം ഉണ്ടല്ലോ, അതൊന്ന് തെറ്റിയാൽ പ്ലാനിങ് ഒക്കെ അതിൻ്റെ വഴിക്കങ്ങ് പോകും. അതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ അവസ്ഥ. പ്ലാനിങ് ഒക്കെ വെച്ച് ഞാൻ ഒരു അരമണിക്കൂറൂടെ കിടന്നിട്ട് എഴുന്നേക്കാമെന്ന് വെച്ചേ. കണ്ണടച്ചത് മാത്രം ഓർമ്മയുണ്ട്. കണ്ണ് തുറന്നപ്പം ആ അരമണിക്കൂറുണ്ടല്ലോ ഒരൊറ്റ ചാട്ടം കൂടെ ചാടി 1 മണിക്കൂർ അങ്ങായിപ്പോയി. 8:30 ആകുമ്പോൾ അമലിച്ചനെ വിടണം. 7 മണിയായപ്പോൾ എഴുന്നേറ്റു. ഞാൻ എന്താ ചെയ്യണ്ടേ? തലേന്ന് വൻപയർ കുതുക്കാനൊക്കെ ഇട്ടു. അതുകൊണ്ട് കാര്യം കുറച്ചും കൂടി എളുപ്പമായെന്ന് ചിന്തിക്കും അല്ലേ? ഇല്ല, അവിടെയായിരുന്നു ടാസ്ക് എനിക്ക് വന്നത്. വൻപയർ വേവിക്കണം, ചോറ് വെക്കണം, ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്യും? ഞാൻ ചോറ് വെക്കുന്നത് കുക്കറിലാണ്. അല്ലപ്പോൾ ഇപ്പോൾ 2 പേർക്കായിട്ട് 1 ഗ്ലാസ് അരി ഇടാൻ എന്നാ തീ കത്തിക്കാൻ പറ്റുമോ? ഞാൻ ടാസ്കിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് ആകെ ഒരു കുക്കറേ ഉള്ളൂ. ഈ 2 കാര്യം കൂടെ സെറ്റാക്കി എടുക്കണമല്ലോ. പിന്നെ ഞാനൊരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ആലോചിച്ചു, ആദ്യം വൻപയർ വെക്കണോ ചോറ് വെക്കണമെന്ന്. രണ്ടും കൽപ്പിച്ച് ഞാൻ വൻപയർ തന്നെ അങ്ങ് സെറ്റാക്കി. പിന്നെ വൻപയറിനുള്ള ഐറ്റംസ് എല്ലാം സെറ്റാക്കി വെച്ചു. വൻപയർ വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ അരി ഇട്ടു. അതിനു മുന്നേ ഞാൻ അരിയൊന്ന് കുതുക്കാൻ വെച്ചിരുന്നേ, പെട്ടെന്നാകുമല്ലോ. ഇന്നലത്തെ രസം ഇരുന്നുകൊണ്ട് എൻ്റെ കാര്യം കുറച്ചും കൂടി രസമായി കിട്ടി. പിന്നെ കൂട്ടത്തിൽ ഞാനൊരു മുട്ടയും കൂടെ അങ്ങ് പൊരിച്ചു. അങ്ങനെ വൻപയർ തോരനും മുട്ട പൊരിച്ചതും രസവും കൂടി കുശാലായിക്കോട്ടെ എന്ന് വെച്ചു. ഈ കോംബോ അമലിച്ചന് എന്തായാലും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒരു 5 മിനിറ്റ് കണ്ണടച്ചത്? എനിക്കിതെന്നും പറ്റാറുള്ളതാ കേട്ടോ. പ്ലാനിങ് ഒക്കെ അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇത് തുടർന്നുവെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അമലിച്ചൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയപ്പോൾ എനിക്ക് സമാധാനമായി. സമയം നോക്കിയപ്പോഴോ 8:15 ഉള്ളൂ. അങ്ങനെ അച്ചയ്ക്ക് രാവിലെ ഞാൻ കഴിക്കാൻ കൊടുത്തതും ഇതേ ഐറ്റം തന്നെയാണ്. വേറെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല. അങ്ങനെ വെള്ളം എടുത്ത് അമലിച്ചൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ റെഡിയാക്കി കൊടുത്തു.